ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ഇന്നത്തെ മാച്ച് നിർണായകമായിരുന്നു. ഇന്ന് തോറ്റാൽ ചെന്നൈ പുറത്തായിരുന്നു. അതുകൊണ്ട് ഇന്ന് ചെന്നൈ നന്നായി കളിച്ചു. രാജസ്ഥാൻ ടീമിനെ ജയിക്കാൻ സാധിച്ചില്ല. വെറും 141 റൺസ് മാത്രമേ രാജസ്ഥാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഇന്ന് രാജസ്ഥാൻ കളി തോൽക്കാൻ കാരണമായത്. ഇന്ന് കളി ജയിച്ച ശേഷം ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ അടുപ്പിച്ച് മൂന്നാമത്തെ മാച്ചാണ് തോറ്റിരിക്കുന്നത്. ഇനിയും തോറ്റാൽ രാജസ്ഥാന് പണിയായിരിക്കും. ഇന്ന് കളി ജയിച്ച ശേഷം ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ വട്ടം ഞങ്ങൾ പ്ലേ ഓഫിൽ എത്തണമെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇനിയുള്ള 2 മാച്ച് ജയിക്കണം. ഒരു മാച്ച് ഞങ്ങളിപ്പോൾ ജയിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഒരു മാച്ചും കൂടി ജയിക്കണം. അതുകൂടി ജയിച്ചാൽ ഞങ്ങൾ പ്ലേ ഓഫിലെത്തും. ഇന്നത്തെ മാച്ച് ഞങ്ങൾ ജയിക്കുമെന്ന് കരുതിയില്ല. കാരണം ഇന്ന് രാജസ്ഥാനാണ് ഞങ്ങളുടെ എതിരാളികൾ. രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. സഞ്ജുവിനെതിരെ കളിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഈ IPLലെ മികച്ചൊരു ടീമാണ് രാജസ്ഥാൻ. എന്നാൽ ഞങ്ങൾ ഇന്ന് ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബൗളേഴ്സിനാണ്. രാജസ്ഥാനെ 141 റൺസിൽ ഒതുക്കിയത് അവരാണ്. ഒരുപക്ഷെ ഇന്ന് രാജസ്ഥാൻ 200 റൺസ് എടുത്തെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇന്ന് കളി തോറ്റേനെ. അതുകൊണ്ട് തന്നെ കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മത്സരത്തിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് ധോണി വ്യക്തമാക്കി. CSK ആരാധകർ ആവേശത്തിലാണ്. അടുത്തൊരു മാച്ച് ചെന്നൈ ജയിച്ചിരിക്കുകയാണ്. ഇനി ഓരോരു മാച്ച് മാത്രമേ ജയിക്കേണ്ടതുള്ളൂ. അതിൽ ജയിച്ചാൽ ചെന്നൈ പ്ലേ ഓഫിലെത്തും. ഇതേ സമയം രാജസ്ഥാൻ ടീമാകട്ടെ ഒരുവിധം എല്ലാ മാച്ചിലും ഇപ്പോൾ തോൽക്കുകയാണ്. അടുപ്പിച്ച് 3 മാച്ചിൽ തോറ്റു. ഇന്ന് തോൽക്കാൻ കാരണം അത് ബാറ്റിംഗ് ആണ്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ജയിക്കാൻ സാധിച്ചേനെ. കാരണം CSK ടീം 18 ഓവറിലാണ് ലക്ഷ്യം മറികടന്നത്. ഒരു 200+ ടാർഗറ്റ് എടുത്തെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് രാജസ്ഥാൻ കളി ജയിച്ചേനെ. അപ്പോൾ ഇന്ന് രാജസ്ഥാൻ തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.